സവാട്ടിക നമസ്കാരം. പുതിയൊരു യാത്ര, പുതിയൊരു വ്ലോഗ്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഞങ്ങൾ തായ്ലൻഡിലേക്ക് യാത്രയാവുകയാണ്. കോഴിക്കോട് നിന്നുള്ള വൈബ്രൻറ്റ് ടീമിലെ 17-അംഗ സംഘം, കൂടെ യുവ ട്രാവൽസിലെ മുരളി, തൃശ്ശൂരിൽ നിന്നുള്ള മിസ്റ്റർ സണ്ണിയും കുടുംബവും. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. രാത്രി 11 മണിക്ക് ഞങ്ങളുടെ വിമാനം പറന്നുയർന്നു. ലക്ഷ്യം ബാങ്കോക്ക്. പുലർച്ചെ 3 മണിയോടെ ഞങ്ങൾ ബാങ്കോക്കിലെ ഡോൺ മുയോങ് എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഞങ്ങളെ സ്വീകരിക്കുവാൻ യുവ ട്രാവൽസിൻ്റെ തായ്ലൻഡിലെ ടൂർ ഗൈഡ് രത്ന മാഡം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സമയത്തേക്കാൾ 1.5 മണിക്കൂർ മുന്നിലാണ് ഇവിടുത്തെ സമയം. ഞങ്ങളെല്ലാം വാച്ചുകൾ അഡ്ജസ്റ്റ് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ ഹോട്ടലിലേക്ക് ഫ്രഷപ്പ് ആയതിനു ശേഷം പ്രഭാത ഭക്ഷണവും ചെയ്ത് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. തായ്ലൻഡിലെ ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച അവിടുത്തെ ഏറ്റവും വലിയ കടുവാ സങ്കേതങ്ങളിൽ ഒന്നായ ടൈഗർ ടോപ്പിയ. കടുവകൾ ഇത്രയും അടുത്ത്, ആവേശത്തോടെയും ഒരല്പം ഭയത്തോടെയും ഞങ്ങൾ അടുത്തു ചെന്ന് ചിത്രങ്ങളെടുത്തു. ക്രോക്കഡൈൽ ഷോയും ടൈഗർ ഷോയും ഞങ്ങൾ ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ടു. വൈകിട്ട് അൽക്കാസർ ക്യാബറെ ഷോ കാണുവാൻ പോയി. വർണ്ണശബളമായ വേഷങ്ങളും കിടിലൻ പ്രകടനങ്ങളും. യാത്രാക്ഷീണം കാരണം എല്ലാവരും തളർന്നിരുന്നു. പട്ടായയിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. 2-ാം ദിവസം കോറൽ ഐലൻഡിലേക്കാണ്. നനയുവാൻ സാധ്യതയുള്ള വസ്ത്രങ്ങൾ അണിയണമെന്ന് ഗൈഡ് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ചിത്രങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങി. സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പിന്നെയുള്ള യാത്ര സ്പീഡ് ബോട്ടിലായിരുന്നു. സ്പീഡ് ബോട്ടിന് മുന്നിലിരുന്ന് ഞങ്ങൾക്ക് മുറുകെ പിടിക്കേണ്ടി വന്നു. അതൊരു വല്ലാത്ത സാഹസിക യാത്രയായിരുന്നു. ആദ്യത്തെ സ്റ്റേഷൻ പാരാസെയിലിംഗ്. ഞങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ ആകാശത്തേക്ക് പറന്നുയർന്നു. ഞങ്ങളത് കണ്ട് ആസ്വദിച്ചിരുന്നു. രണ്ടാമത്തെ സ്റ്റേഷൻ അണ്ടർ വാട്ടർ ഡൈവിംഗ് ആണ്. ഐരനും അമ്മയും മാത്രമാണ് അവിടെ ഇറങ്ങിയത്. 3-ാമത്തെ സ്റ്റേഷനിലാണ് ഞങ്ങൾ അഴിഞ്ഞാടിയത്. ജെറ്റ് സ്കീയിങ്ങും ബനാന ബോട്ടും ബീച്ചും. വെള്ളം എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു എന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. ഞങ്ങൾ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചു. ഈ ബീച്ചിലെ വെള്ളം ശരിക്കും ഒരു ഗ്ലാസ് പോലെയാണ്. അടിയിലെ മണൽത്തരികളും ചെറിയ മീനുകളെയും വരെ വ്യക്തമായി കാണാം. ഇവിടുത്തെ കടൽ വെള്ളത്തിന് ഒരു പ്രത്യേക നീല നിറമാണ്. ഇത് കണ്ടാൽ മതി, മനസ്സ് തണുക്കും. മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല മധുരമുള്ള മാമ്പഴവും തേങ്ങാപ്പാൽ ചേർത്ത സ്റ്റിക്കി റൈസും, ദാഹം മാറുവാൻ കരിക്കിൻ വെള്ളവും. മായാലോകം കണ്ടു രസിക്കാൻ തായ്ലൻഡിലെ ഈ പവിഴദ്വീപിൽ ചിലവഴിച്ച ഓരോ നിമിഷവും ഒരനുഭവമായിരുന്നു. തെളിഞ്ഞ കടൽ, മനോഹരമായ ബീച്ചുകൾ, പിന്നെ നാവിൽ കൊതിയൂറുന്ന തായ് വിഭവങ്ങൾ. ഇതെന്നും ഓർമ്മയിൽ നിൽക്കും.
ഹോട്ടലിൽ തിരിച്ചെത്തി ഫ്രഷായ ശേഷം ഉച്ചഭക്ഷണം കഴിച്ചു. ഞങ്ങൾ തെരുവിലൂടെ നടന്നു. പലതരം വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും മുതലയിറച്ചിയും ഷഡ്പദങ്ങളും വിൽപ്പനയ്ക്കായുള്ള സ്റ്റാളുകൾ കണ്ടു. രാത്രി ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. അതൊരു വേറെ ലോകമാണ്. 1 കിലോമീറ്ററിൽ അധികം നീളമുള്ള ഈ തെരുവ് 7 മണിയോടുകൂടി വാഹനങ്ങൾക്കായി അടയ്ക്കും. ഈ വഴിക്ക് ഒരു പ്രത്യേക എനർജിയുണ്ട്. ഒരു വശത്ത് തായ്ലൻഡിൻ്റെ പരമ്പരാഗത ഭക്ഷണശാലകൾ, മറുവശത്ത് ലോകോത്തര നിലവാരമുള്ള നൈറ്റ് ക്ലബ്ബുകൾ, ഗോഗോ ബാറുകൾ, മസാജ് പാർലറുകൾ. മണിയോടുകൂടി തിരിച്ച് ഹോട്ടലിലേക്ക്. 3-ാം ദിവസം ഞങ്ങൾ പോയത് ഫ്ലൂട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. തോണിയിലാണ് മാർക്കറ്റിനകത്തേക്ക് പോയത്. എല്ലാവരും ചെറുതായി ഷോപ്പിംഗ് ചെയ്തു. പലതരം ഉൽപ്പന്നങ്ങൾ, പുതിയ വിഭവങ്ങൾ. ചിലർ വറുത്ത ഷഡ്പദങ്ങൾ കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നൂങ് വില്ലേജിലേക്ക് പോയി. അതൊരു അത്ഭുത ലോകമായിരുന്നു. പലതരം ഗാർഡനുകൾ, എലിഫന്റ് ഷോ, തായ് കൾച്ചറൽ ഷോ, ഡൈനോസർ പാർക്ക് സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോകളും റീലുകളും ഞങ്ങൾ എടുത്തു. നൂങ് വില്ലേജിലെ കാഴ്ചകൾക്ക് ശേഷം ഉച്ചഭക്ഷണത്തിനൊരുങ്ങി. ഇതുവരെ ഞങ്ങൾ ഇന്ത്യൻ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. ഇന്ന് തായ് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്ക്. തായ് പാചകരീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുളി, മധുരം, എരിവ്, ഉപ്പ്, കയ്പ് എന്ന 5 രുചികളും സമന്വയിപ്പിക്കുന്നു എന്നാണ്. ഫ്രഷായ ചേരുവകളും ധാരാളം ഹെർബുകളും ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ആരോഗ്യകരവുമാണ്. പട്ടായയിലെ അടുത്ത ആകർഷണം ജെംസ് ഗാലറിയാണ്. നമ്മൾ ഇവിടെ എത്തിയാൽ ആദ്യം കാണുന്നത് ഈ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ട്രെയിൻ റൈഡാണ്.
വജ്രം, മരതകം, മാണിക്യം അങ്ങനെ അമൂല്യ രത്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓതൻറ്റിക് തായ് മസാജിന് താല്പര്യമുണ്ടോ എന്ന് രത്ന മാഡം അന്വേഷിച്ചു. 2 മണിക്കൂർ ഫുൾ ബോഡി മസാജിന് 600 ബാത്താണ് ചിലവ് വന്നത്. ശരിക്കും ഒരു റിതമിക് ആൻഡ് റിലാക്സിംഗ് മസാജായിരുന്നു അത്. മസാജിന് ശേഷം മാളിലേക്ക്. ബാക്കിയുള്ളവർ അവിടെ ഞങ്ങളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഹോട്ടലിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഞങ്ങൾ ബിഗ് ബുദ്ധ ടെമ്പിൾ സന്ദർശിച്ചു. തായ്ലൻഡിലെ പ്രധാനപ്പെട്ട ആകർഷകങ്ങളാണ് ബുദ്ധക്ഷേത്രങ്ങൾ. നാലാം ദിവസം ബാങ്കോക്കിലേക്ക്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഏകദേശം 2 മണിക്കൂറോളം ബസ് യാത്രയുണ്ടായിരുന്നു. रंग है बैरागी, मन है नारागी, घूमता फिरे जैसे जोगी. किसने है रोका, किसने है टोका, मस्त मलंग अपनी धुन का दुनिया से क्या लेना. ना घर ना द्वार ना कोई प्यार, बस एक तारा एक राग. ആദ്യം ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ സന്ദർശിച്ചു. ബാങ്കോക്കിലെ വാറ്റ് റെമിറ്റ് ബുദ്ധക്ഷേത്രത്തിലെ സ്വർണ്ണ ബുദ്ധന് 3 മീറ്റർ ഉയരവും 5.5 ടൺ ഭാരവുമുണ്ട്. തായ്ലൻഡിൻ്റെ സംസ്കാരവും ആത്മീയതയും അടുത്തറിയാൻ പറ്റിയ ഇടങ്ങളാണ് ബുദ്ധക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മാന്യമായ വസ്ത്രധാരണം നിർബന്ധമാണ്. മനസ്സിന് ഒരു പ്രത്യേക ശാന്തത നൽകുന്ന ഒരിടമാണ് ഈ ക്ഷേത്രങ്ങൾ. വൈറ്റ് മാർബിൾ ബുദ്ധ ക്ഷേത്രവും സന്ദർശിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാവരും കാത്തിരുന്ന ഇന്ദ്ര മാർക്കറ്റിലെ ഷോപ്പിംഗ്. രാത്രി ഡിന്നറിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. दुनिया से दूर अपनी ही उमंग. അവസാന ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളുടെ ലക്ഷ്യം സഫാരി വേൾഡ്. സഫാരി വേൾഡിൽ 2 ഭാഗങ്ങളാണ്, മെറൈൻ വേൾഡും സഫാരി പാർക്കും. മെറൈൻ വേൾഡിൽ ഞങ്ങൾ ആദ്യം കണ്ടത് ഒറാങ്കുട്ടൻ ഷോയാണ്. തമാശയും മിടുക്കും വികൃതിത്തരവും ഒത്തുചേർന്ന ഒരു 1.5 ഷോ. Gusto maja lay lay ma rammailo kaliyodali. Gusto maja lay lay ma rammailo kaliyodali. Ajunu sajine mein ajunu. ഞങ്ങൾ മെറൈൻ പാർക്കിലൂടെ നടന്ന് മറ്റു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ എടുത്തു. ഒരുപാട് ഫോട്ടോകളും റീലുകളും ഞങ്ങൾ എടുത്തു. कोई हौले हौले मेरे दिल से बोले, किसी का तो बोले, चल जाने दे कोई जादू. गस्तों में जा ഞങ്ങൾ എലിഫന്റ് ഷോ സ്കിപ്പ് ചെയ്ത് സ്പൈവാർ ഷോ കാണുവാൻ പോയി. ആക്ഷനും സ്ഫോടനങ്ങളും അടങ്ങിയ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലാണ് ഈ ഷോ. ഉച്ചഭക്ഷണത്തിന് ശേഷം സഫാരി വേൾഡിലെ ഏറ്റവും വലിയ ആകർഷണമായ ഡോൾഫിൻ ഷോ കാണുവാനാണ് ഞങ്ങൾ പോയത്. ഈ സ്ഥലം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എത്ര കൃത്യമായാണ് ഡോൾഫിനുകൾ ഓരോ കാര്യവും ചെയ്യുന്നത്. ഡോൾഫിനുകൾക്ക് വളരെ ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല.
ശരിക്കും ഈ ഡോൾഫിൻ ഷോ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. ഡോൾഫിനുകളുടെ കൊഞ്ചലും ചിരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും വെള്ളത്തിലെ അഭ്യാസ പ്രകടനങ്ങളും നമ്മെ കുട്ടിക്കാലത്തേക്ക് തിരികെ കൊണ്ടുപോകും. മിടുക്കരായ ഡോൾഫിനുകൾ കളിക്കുന്നതും ചാടുന്നതും കാണാൻ വളരെ രസകരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. गिला भी है क्या अरे इस दिल के सिवा दिल ने किया भी है क्या आशिक है ये जो नहीं अब मैं क्या करूं दिल पे मेरा जोर नहीं अब मैं क्या करूं आशिक है ये जो नहीं अब मैं क्या പിന്നീട് ഞങ്ങൾ സീ ലയൺ ഷോ കാണുവാൻ ചെന്നു. പരിശീലകന്റെ നിർദ്ദേശം കേട്ടാൽ ഉടനെ തന്നെ അവർ പലതരം അഭ്യാസങ്ങൾ ചെയ്യുന്നു. പരിശീലകൻ എറിയുന്ന റിങ്ങുകൾ ഇവ കൃത്യമായി കഴുത്തിലടിയുന്നത് കാണാം. मुझको भी कर डाला दीवाना मैंने उसके शहर को छोड़ा उसकी गली में दिल को तोड़ा फिर भी सीने में धड़कता है ये दिल സീ ലയണിന്റെ മൂക്കിന്റെ മുകളിൽ ബോൾ ഇത്രയും നേരം ബാലൻസ് ചെയ്യുന്നത് കാണുമ്പോൾ അതിശയം തോന്നും. को करता है ये दिल പരിശീലകന്റെ നിർദ്ദേശം കേട്ടാൽ ഉടനെ തന്നെ പലതരം അഭ്യാസങ്ങൾ തുടങ്ങുന്നു. ഒന്ന് സല്യൂട്ട് ചെയ്യുന്നു, അടുത്തയാൾ കൈയടിക്കുന്നു. ശരിക്കും ഒരു കലാകാരനെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം. किसी का यही कहे ये पल जिंदगी का अता पता रहे ना किसी का यही कहे ये पल जिंदगी का कि खुद गर्द सी ख्वाहिश लिए ഏകദേശം 3 മണിയോടുകൂടി ഞങ്ങൾ ഷോകളെല്ലാം കണ്ടു കഴിഞ്ഞു. है गुलाबी गुलाबी ഷോകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സഫാരി പാർക്കിലേക്കാണ്. നമ്മുടെ സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ബസ്സിൽ നമുക്ക് ഈ പാർക്കിലൂടെ യാത്ര ചെയ്യാം. സിംഹം, കടുവ, മാനുകൾ, ജിറാഫ് ഇവയെല്ലാം കൂട്ടിലിടാതെ തുറന്ന സ്ഥലത്ത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് കാണാൻ ഒരു പ്രത്യേക അനുഭവമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കരടി, സീബ്രകൾ എല്ലാം അടുത്തുനിന്ന് കാണാം. ശരിക്കും ഒരു കുഞ്ഞ് ആഫ്രിക്കൻ സഫാരി അനുഭവം. मुझे कितना साजन तेरा चाहे तुझे तेरी सहेली मेरी पूछे मुझे कितना साजन तेरा चाहे तुझे സഫാരി വേൾഡാണ് ഞങ്ങളുടെ തായ്ലൻഡിലെ അവസാനത്തെ കാഴ്ച. ഏകദേശം 4 മണിയോടുകൂടി ബസ്സിൽ കയറി തിരികെ എയർപോർട്ടിലേക്ക്. തായ്ലൻഡിനോടും രത്നയോടും വിട ചൊല്ലുവാൻ സമയമായി. തായ്ലൻഡിലെ കാഴ്ചകളെക്കുറിച്ച് വാചാലയായി തായ്ലൻഡിലെ സംസ്കാരത്തെയും ജീവിത രീതിയെയും കുറിച്ച് വിശദമായി നമ്മളോട് പങ്കുവെച്ച് ഞങ്ങളിൽ ഒരാളായി മാറി ഞങ്ങളുടെ യാത്ര അവിസ്മരണീയമാക്കിയ രത്ന, ഖപുൻക, നന്ദി. ലാഖൂൺ തായ്ലൻഡ്. തായ്ലൻഡിനോട് വിട ചൊല്ലി കൊച്ചിയിലേക്ക്. വൈബ്രൻറ്റ് ടീമിൻ്റെ തായ്ലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു ബ്ലോഗുമായി ഉടൻ വരാം.